ഹലോ ഗൈസ്, ഞാൻ വന്നിട്ടുള്ളത് ഒരു 1 kg വരുന്ന ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് ആദ്യം അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് അരിച്ചു വെക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് നന്നായിട്ട് ബീറ്റായി വരുമ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാര പകുതി അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കി പകുതി പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. ഫ്ലോർ ചേർത്തിട്ട് നമ്മൾ ഓവർ മിക്സ് ആക്കാൻ പാടില്ല. ചെറിയ രീതിയിൽ സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇളം ചൂടുള്ള പാല്, ഒരു 1/4 കപ്പ് പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2 തവണയായിട്ടാണ് ചേർക്കുന്നത്. ഫ്ലോറും പാലും ഇടവിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിലാണ്. അപ്പോൾ അതൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്യുക. കേക്ക് റെഡി ആയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പിൽ ബ്ലൂബെറി ക്രഷും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വെറ്റ് ചെയ്യാം. എന്നിട്ട് ഫില്ലിംഗ് ആയിട്ട് കുറച്ച് ബ്ലൂബെറി ക്രഷ് കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ചിട്ട് അതും ഒന്ന് വെറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് ലെയറും കൂടെ വെച്ചിട്ട് അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. അതിനുശേഷം മുകളിൽ ക്രഷ് വെച്ചിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുക. ഐസിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി ഫൈനൽ ഡെക്കറേഷനും കൂടെ ചെയ്തിട്ട് പേരും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ കേക്ക് ഇവിടെ സെറ്റായി.